ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിനോട് നമുക്ക് പറയാം, ഞാൻ അങ്ങയുടെ ഭക്തനാണ്, അങ്ങയുടെ മകനാണ്. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എനിക്കുറപ്പുണ്ട്, ഞാൻ അങ്ങയിൽ ആശ്രയിച്ചാൽ എന്നെ ഒരിക്കലും അങ്ങ് കൈവിടുകയില്ല. ഈ ഒരു ബോധ്യം ഒരു ദൈവവേദലിന് വേണം. അതുപോലെ തന്നെ നമ്മൾക്ക് പറയാൻ പറ്റണം, അങ്ങ് എൻ്റെ ദൈവമാണ്, അങ്ങ് എൻ്റെ രക്ഷകനാണ്, അങ്ങ് എൻ്റെ എല്ലാമെല്ലാമാണ്. ഞാൻ തകർന്നിരിക്കുമ്പോൾ, ഞാൻ രോഗിയായിരിക്കുമ്പോൾ, ഞാൻ കടബാധ്യക്കാരനായിരിക്കുമ്പോൾ, എൻ്റെ എല്ലാ ജീവിതം തന്നെ നശിച്ചു എന്ന് ചിന്തിക്കുമ്പോഴും എന്നെ താങ്ങാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ നെഞ്ചിലുണ്ട്, എൻ്റെ ചങ്കിലെ ചൂടാണ് കർത്താവ്. സംഗീത പുസ്തകം 86-ാം അധ്യായം 2-ാമത്തെ തിരുലിഖിതം. എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ, ഞാൻ അങ്ങയുടെ ഭക്തനാണ്, അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ, അങ്ങാണ് എൻ്റെ ദൈവം. പറയണം, യേശുവാണ് എൻ്റെ ദൈവം, യേശുവാണ് എൻ്റെ രക്ഷകൻ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങ് എന്നെ കൈവിടുകയില്ല. ഈ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് ഇറങ്ങാം. എല്ലാ മേഖലകളിലും ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പരാജയപ്പെടാൻ ഈശോ നിങ്ങളെ അനുവദിക്കുകയില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.